ഇന്ന് JP-യുടെ ജന്മദിനമാണ്. ജയപ്രകാശ് ഇന്ത്യയെ സംബന്ധിച്ച് ഗാന്ധി കഴിഞ്ഞാൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. 20-ാം നൂറ്റാണ്ടിൽ നടന്ന 2 വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുമുണ്ടായി. ആഗസ്റ്റ് വിപ്ലവവും സമ്പൂർണ്ണ വിപ്ലവവും. അത് തമ്മിൽ ഏതാണ്ട് ഒരു 25 വർഷത്തെ വ്യത്യാസമുണ്ട്. കാലയളവ് വെച്ച് നോക്കുമ്പോൾ 42-ൽ നിന്ന് 70, 75 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഈ 2 വിപ്ലവവും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താൻ സഹായകവുമായിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് പറയുമ്പോൾ കൃത്യമായി എന്താണ് ഇന്ത്യ ആയിത്തീരേണ്ടത് എന്നുള്ള സോഷ്യലിസ്റ്റുകളുടെ ചിന്തയും അവതരിപ്പിക്കപ്പെടുന്നത്. ജയപ്രകാശിൻ്റെ ആദ്യ കാലഘട്ടം വളരെ വിചിത്രമാണ്. ഇന്ത്യയിൽ നിന്ന് 1921 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അതിനുശേഷമാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത്. അമേരിക്കയിലെത്തുമ്പോൾ മാർക്സിസം പഠിക്കാനിട വരുന്നു. മാർക്സിസം പഠിച്ച സമയത്ത് മനുഷ്യൻ്റെ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ചിന്തകളിൽ ഒരു വലിയ വിപ്ലവാത്മകമായ ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്നത്, ഒരു പുതിയ ലോകം തുറന്നിടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം തികച്ചൊരു മാർക്സിസ്റ്റാണ്. അദ്ദേഹം ആ മാർക്സിസത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഒരു പുസ്തകം എഴുതുന്നു, വൈ സോഷ്യലിസം എന്ന പുസ്തകം എഴുതുന്നു. ആ പുസ്തകം വായിച്ചിട്ടാണ് ഇന്ത്യയിലെ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ഈ സോഷ്യലിസത്തിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിലേക്കൊക്കെ ആകൃഷ്ടരായത്. പ്രത്യേകിച്ച് മാർക്സിസത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ലോകക്രമത്തെക്കുറിച്ച്, വിപ്ലവത്തെക്കുറിച്ചൊക്കെ ആളുകൾ സ്വപ്നം കണ്ടത്. നമുക്കറിയാം 1917 റഷ്യൻ വിപ്ലവമാണ് അത്തരത്തിലുള്ള ഒരു ആവേശം യുവജനങ്ങളിൽ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ജയപ്രകാശിലും ഒരു വിപ്ലവാഭിമുഖ്യം ഉണ്ടാക്കുന്നത്. വിപ്ലവാഭിമുഖ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് വിപ്ലവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ സംശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളിൽ ഉണ്ട്. അത് പിന്നീട് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എന്തായാലും തിരിച്ച് ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം മാർക്സിസ്റ്റ് എന്നുള്ള സൈദ്ധാന്തിക തലത്തിൽ, മാർക്സിസത്തിൻ്റെ സൈദ്ധാന്തിക തലത്തിലാണ് പ്രവൃത്തി തുടങ്ങുന്നത്. 1930 എത്തുമ്പോഴേക്ക് ഉപ്പ് സത്യാഗ്രഹം വരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അവരതിൽ പങ്കെടുക്കാതെ ഒരു കാണികളെ പോലെ, ഒരു ബൂർഷ്വാസിയുടെ ഏജൻ്റാണ് ഗാന്ധി എന്നൊക്കെ ഉള്ള ഒരു നിരീക്ഷണമൊക്കെ വയ്ക്കുന്നു. ആ സമയമാകുമ്പോഴേക്കും മറ്റൊരു കാര്യം സംഭവിക്കുന്നത്, സോവിയറ്റ് റഷ്യയിൽ വിപ്ലവാനന്തരം വന്ന സർക്കാർ അവിടുത്തെ സാധാരണ മനുഷ്യരോട്, വിയോജിക്കുന്നവരോട് വളരെ നിഷ്ഠൂരമായ രീതിയിൽ പെരുമാറുന്നു. ഒരുപാട് ആളുകളെ കൊന്നുകളയുന്നു. ഈ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നു. ഈ 2 ഗാന്ധിയോടുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാടും സോവിയറ്റ് റഷ്യയിലെ ജനങ്ങളോടുള്ള അവിടുത്തെ ഭരണകൂടത്തിൻ്റെ നിലപാടും രണ്ടും കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റുകളുടെ ഈ സിദ്ധാന്തത്തിനപ്പുറത്ത് അതിൻ്റെ പ്രയോഗത്തിൽ വലിയ സംശയം വരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ആയിരിക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകളോട് വിയോജിക്കാൻ തുടങ്ങും. അങ്ങനെ 1934 ആ കാലഘട്ടമാകുമ്പോൾ നിങ്ങൾക്കറിയാം, ജയിലിൽ നിന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിറവിയെടുക്കുന്നു. കൂടെ ആചാര്യ നരേന്ദ്രദേവ്, ഡോക്ടർ ലോഹ്യ, അതുപോലെ തന്നെ അച്യുത് പട്വർദ്ധൻ, യൂസഫ് മാർലി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേര് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു. ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയുടേതായ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവ പാർട്ടി വേണം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നു. കോൺഗ്രസ്സിനെ കൊണ്ട് ഒരു വിപ്ലവം കൊണ്ടുവരാൻ കഴിയില്ല. കോൺഗ്രസ് ഒരു അംബ്രല ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും അത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുള്ളതുകൊണ്ട് ഒരു ജനാധിപത്യപരമായ വിപ്ലവകരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ തുടക്കത്തിൻ്റെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. അതിൽ പിന്നീട് അവർ രാഷ്ട്രീയത്തെ പ്രവർത്തിച്ചു തുടങ്ങുകയാണ് സോഷ്യലിസ്റ്റുകൾ.
ആ പ്രവർത്തിച്ച് തുടങ്ങുന്നത് അവരുടെ കയ്യിലേക്ക് നേതൃത്വം വരുന്നത് വരെ ഏതാണ്ട് 1942 ആഗസ്റ്റ് 8 രാത്രിയിൽ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ചേർന്നിട്ടുള്ള ഒരു വലിയ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ കൂട്ടം ആരവം കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ആ ക്വിറ്റ് ഇന്ത്യ എന്ന ഒരു ചിന്തയിലേക്ക് ഗാന്ധിയെ എത്തിച്ചതിൻ്റെ പിറകിൽ സോഷ്യലിസ്റ്റുകളാണ് എന്ന് ഗാന്ധി തന്നെ എഴുതി വച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കോൺഗ്രസ്സിനകത്തുള്ള ഉൽപ്പതിഷ്ണുക്കളായ ആളുകളെ ഇവർ കൂട്ടിച്ചേർക്കുന്നു. അതിനകത്ത് സ്വാഭാവികമായിട്ടും മാർക്സിസത്തിൽ വിശ്വസിച്ച ആളുകളുണ്ട്. ലോഹിയെ പോലെ ജർമ്മനിയിലൊക്കെ പോയി വന്ന് യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്സിസത്തെ സംശയിക്കുകയും മാർക്സിസത്തിന് ഒരു പുതിയ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വലിയ തോതിൽ സംഭാവനകളൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന്, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മുതലാളിത്തത്തെ പോലെ തന്നെ ഈ മൂന്നാം ലോകത്തിലെ അല്ലെങ്കിൽ സാധാരണക്കാരായ ലോകത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ഗുണം ചെയ്യുന്നതല്ല എന്ന് വിശ്വസിച്ച ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം ചേർന്ന് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ അതിശക്തമായ സമരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. അപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ മാറി നിൽക്കുന്നു. അതിന് ന്യായീകരണങ്ങൾ വേറെ ഉണ്ട്. ഈ സാമ്രാജ്യത്വ ശക്തികളെല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രത്യേകിച്ച് ജർമ്മനിയിലെ ഫാസിസ്റ്റുകളും ഇറ്റലിക്കാരും അതുപോലെ ജപ്പാനിലും ചേർന്നുകൊണ്ട് സോവിയറ്റ് റഷ്യയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ശിശു ഇല്ലാതായി പോകും. സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുന്ന ഒന്ന് വളർന്നു വരികയാണ്, അപ്പോൾ തന്നെ അത് ഇല്ലാതാക്കി കളയും എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുന്നു. ആ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ മുമ്പ് പരിശോധിച്ചതാണ്, അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം അതിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്ന ആളാണ് കെ ദാമോദരനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ തന്നെ. അതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാടിനോട് വിയോജിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ട്രോട്സ്കിയെ പോലെയുള്ള ആളുകളും അതിന് വിയോജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോഷ്യലിസ്റ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വളരെ കൃത്യമായൊരു നിലപാടുണ്ടായിരുന്നു. കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിർഭയമായി ജീവിക്കാനുള്ളൊരു അവകാശമാണ്. മാത്രമല്ല ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാശ്രയത്വം കൂടെയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. മുഴുവൻ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതൊരിക്കലും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറന്തള്ളുക എന്നുള്ളത് മാത്രമായിരുന്നില്ല അതിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷുകാർ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ കർഷകർക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും അല്ലെങ്കിൽ പാർശ്വവൽകൃതരായ ജാതിയിൽപ്പെട്ടുള്ള ആളുകൾക്കും ന്യൂനപക്ഷങ്ങൾക്കൊക്കെ നിർഭയമായി സന്തോഷമായി തുല്യരായി കഴിയാൻ സാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയായിരുന്നു സ്വാതന്ത്ര്യ സമരം, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിന് ഗാന്ധിയുടെ ചമ്പാരനും അഹമ്മദാബാദ് തൊഴിൽ സമരവും പിന്നെ സ്ത്രീകളുടെ അദ്ദേഹത്തിൻ്റെ ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വികസിച്ചു വന്നിട്ടുണ്ട്. കാരണം എല്ലാ രംഗത്തും തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ടുള്ള സമരം, അത് ജാതിക്കെതിരായിട്ട് എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ഈ ആളുകൾക്ക് മുഴുവൻ തൊഴിലുണ്ടാവേണ്ട ഒരു ആവശ്യകത, അതിന് എങ്ങനെയാണ് ചെറിയ മെഷീനുകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സോഷ്യലിസ്റ്റുകളാവട്ടെ ആ ചിന്തകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ജയപ്രകാശ് നാരായണൻ ആ കാലഘട്ടത്തിലൊന്നും തന്നെ ആ തരത്തിൽ ഗാന്ധിയുടെ ഈ സൂക്ഷ്മമായ ഇത്തരം കാര്യങ്ങളിൽ അത്ര തൽപരനല്ല. കാരണം അദ്ദേഹത്തിന് വിപ്ലവം നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മാർക്സിസത്തിൻ്റേതായ ഒരു ഈ ചിന്തയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു വർഗ വിപ്ലവം തന്നെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് അല്ലാതായിട്ട് അല്ല മാർക്സിസ്റ്റുകാരോട് വിയോജിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരോട് വിയോജിക്കുമ്പോഴും വർഗ വിപ്ലവത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. ആചാര്യ രാമമൂർത്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭട്ടൊക്കെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണ ദത്ത ഭട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രകാരൻ്റെ പേര്. പിന്നെ അജിത് ഭട്ടാചാര്യനെ പോലുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ജീവചരിത്രങ്ങൾ ജയപ്രകാശ് നാരായണൻ്റേത് ആയിട്ട് വന്നിട്ടുണ്ട്. ജയപ്രകാശ് നാരായണനെ കുറിച്ച് ഉള്ള ഒരു വിമർശനം അദ്ദേഹം ഒരു വികാര ജീവിയാണ് എന്നാണ്.
അതിന് ജയപ്രകാശ് എന്നെ നന്നായിട്ട് മറുപടി പറയുന്നുണ്ട്. ജയപ്രകാശ് പറയുന്നു, ഞാൻ വളരെ ചിന്തിച്ചിട്ട് എനിക്ക് ഈ തോന്നുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പലരും വിചാരിക്കുന്നത് ഞാൻ എൻ്റെ വികാരത്തിൻ്റെ ഒരു തല്ലിച്ചയുടെ പുറത്ത് അങ്ങനെ തീരുമാനങ്ങൾ മാറ്റിപ്പോയിട്ടുള്ള ആളാണ്. അങ്ങനെയല്ല. ഞാൻ ആ കാലഘട്ടത്തിൽ എൻ്റെ ചിന്തയെ എടുത്ത് വളരെ സൂക്ഷ്മമായിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ചിന്തിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിൽ നമുക്ക് പെട്ടെന്ന് സോഷ്യലിസ്റ്റുകൾക്ക് പ്രയാസം തോന്നിയത് 1952-54 കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാനസിക പരിവർത്തനമാണ്. 1952 ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് വലിയ തോതിൽ 90% വോട്ടുകൾ നേടിയിട്ട് സീറ്റുകൾ നേടിയിട്ട് വിജയിച്ചു വരുന്നു. വോട്ടും അങ്ങനെയാണ്. അന്ന് 80-90 ശതമാനം വോട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ഈ സോഷ്യലിസ്റ്റുകൾക്ക് കിട്ടുന്നത് ഏതാണ്ട് 10.1% വോട്ടാണ്. പക്ഷേ സീറ്റ് കുറവാണ്. അതിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ട് ശതമാനം നേടിയിട്ടുള്ള ജനസമിതി ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് സോഷ്യലിസ്റ്റുകളെക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റുകൾ വല്ലാതെ നിരാശരാകുന്നുണ്ട് ആ സമയത്ത് എല്ലാ ആളുകളും ജയപ്രകാശ് നാരായണനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ശരിയായിരിക്കാം അത്. പക്ഷേ അതിൽ വളരെ വേദനിച്ചിരുന്നു അദ്ദേഹം എന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പക്ഷേ ജയപ്രകാശ് പറയുന്നത്, എൻ്റെ ആ സമയത്ത് ഞാൻ ആലോചിച്ചത്, പാർലമെൻ്ററി പ്രതിനിധികളെ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം ഇന്ത്യക്ക് ഒരു വിപ്ലവം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആന്തരികമായ പരിവർത്തനം നടക്കുമോ, ജനാധിപത്യപരമായ ഒരു പരിവർത്തനം ഈ സമൂഹത്തിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് മറ്റൊരു വഴി തേടേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം സർവോദയത്തിലേക്ക് എത്തുന്നത്. സർവോദയത്തിൻ്റെ അന്നത്തെ നേതൃത്വം വിനോബാവയാണ്. വിനോബാവയാവട്ടെ ആ കാലഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിനോട്, നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായിരിക്കുകയാണ്, ബ്രിട്ടീഷുകാരോട് ചെയ്തിട്ടുള്ള ആ സമരങ്ങളൊക്കെ തന്നെ തുടർന്ന് പോകരുത്, ലോഹിയൊക്കെ ആണെങ്കിൽ ആ സമരം തുടർന്ന് പോകണം. കാരണം നമ്മൾ എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണോ വിളിച്ചത് ആ മുദ്രാവാക്യങ്ങൾ ശാശ്വതീകരിക്കപ്പെടുന്നത് വരെ കൃത്യമായി നമ്മൾ സമൂഹത്തിൽ സമരങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് ലോഹിയുടെ നിരന്തര സമരം എന്നുള്ള ഒരു ചിന്തയാണ് ലോഹിയുടെ ഉണ്ടായിരുന്നത്. പക്ഷേ വിനോബാവയെ വിയോജിക്കുകയാണ്. കാരണം ആ സ്ഥലത്തിൽ ആ സമരമൊന്നും പാടില്ല, ഇത് നമ്മുടെ ഗവൺമെൻറ്റാണ് എന്നുള്ളൊരു നിലപാടിലേക്ക്, അതിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. ആദ്യഘട്ടത്തിൽ അതിൽ ഉണ്ടായിരുന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് നിന്നിട്ടുള്ള ജയപ്രകാശ് നാരായണനും ആ മാനസിക പരിവർത്തനത്തിലൂടെ ചില കാര്യങ്ങൾ സാധ്യമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് വിനോബാവയുടെ കൂടെ ഓടുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വിനോബാവ പറയുന്നത് ഈ നന്മകൾ, അത് ബദലുകളായ നന്മകളെ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് തിന്മകളെ പരാജയപ്പെടുത്താം. തിന്മകളൂടെ ഉണ്ട്, സർക്കാരിൻ്റെ ഭാഗത്ത് തിന്മകളുണ്ട് എന്നൊക്കെ വിനോബാവയ്ക്ക് ഗാന്ധിയെ തള്ളി പറയുന്നതിലൊക്കെ വിഷമമുണ്ട്. പക്ഷേ നമുക്ക് സമാന്തരമായിട്ട് ചില നന്മകളുടെ നിർമ്മിതികൾ ഉണ്ടാക്കാം. അതാണ് ഭൂദാന പ്രസ്ഥാനമൊക്കെ. കാരണം ഒരു പുതിയ ഒരു ആശയത്തിലൂടെ ജനങ്ങളെ നിന്ന് ഈ ഭൂമിയൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത് ഇല്ലാത്തവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിലൂടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കുക, ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിനോബാവെ വിചാരിക്കുന്നുണ്ട്. നേരിട്ട് അവരുമായിട്ട് ഏറ്റുമുട്ടണ്ട, അതിൽ വലിയ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് ജയപ്രകാശ് നാരായണൻ ചെന്ന് ചേരുകയും ജയപ്രകാശ് നാരായണൻ സർവോദയത്തിൻ്റെ നേതാവായി മാറുകയും അത് അന്ത്യോദയ എന്നുള്ള രീതിയിലേക്ക് അതിനെ വികസിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ ആചാര്യൻ രാമമൂർത്തി പറയുന്നത് ജയപ്രകാശ് നാരായണന് വലിയ ആശയക്കുഴപ്പം പിന്നെ ഉണ്ടാകുന്നു എന്നാണ്. അദ്ദേഹം സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ആളുകൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എവിടെ പോകുന്നു അവിടെയൊക്കെ ആളുകൾ കൂടുക എന്നുള്ളത് സ്വാഭാവികമായി അദ്ദേഹം ഇതിൻ്റെ ഒരു കഴിവായിട്ട് നിങ്ങൾക്ക് പിൽക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാറ്റ്നയിൽ 1974 ജയപ്രകാശ് നാരായണൻ പ്രസംഗിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് മുന്നിൽ അണിനിരക്കുന്നത്. അങ്ങനൊരു ക്രൗഡ് പുള്ളറാണ് അദ്ദേഹം. ഈ കവിതകളൊക്കെ ചൊല്ലിക്കൊണ്ട് പ്രസംഗങ്ങൾ തുടങ്ങുകയും വിപ്ലവത്തിൻ്റെ ചില വാക്കുകളെ കൊണ്ട് തന്നെ മാസ്മരികമായിട്ട് ആളുകളുടെ മനസ്സിൽ ചലനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തിയാണ് ജയപ്രകാശ് നാരായണൻ. അപ്പം ഈ ജയപ്രകാശ് ചില സംശയങ്ങൾ ജയപ്രകാശിന് തോന്നിത്തുടങ്ങി എന്ന് ആചാര്യൻ രാമമൂർത്തി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ നന്മകളുടെ നിർമ്മിതികൾ നമ്മൾ ഒരുപാട് ചെയ്യുമ്പോൾ പോലും
തിന്മകൾ കൂടുതൽ കൂടുതൽ ശക്തമായി അതിൻ്റെ നിർമ്മിതികൾ വളരെ ഉയരത്തിൽ സ്ഥാപിക്കപ്പെടുന്നു ഇല്ലേ എന്ന് ജെ.പിക്ക് തോന്നുകയും ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ വിനോബാവെ വായിക്കുന്ന രീതിയിൽ അല്ലാതെ ഒന്ന് വായിച്ചു നോക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യുന്നു. ഗാന്ധി നമ്മൾക്ക് ആലോചിച്ചറിയാം, ഗാന്ധി ഈ ഒരു നന്മകളുടെ നിർമ്മിതികളെ ഉണ്ടാക്കിക്കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, തിന്മകളെ അദ്ദേഹം നേരിട്ട് ആക്രമിക്കുന്നുണ്ട്, അത് ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഹിംസ എന്ന് പറയുന്നത് ജീവൻ എടുത്ത് കളയരുത് എന്നുള്ളതിലും മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് എന്നുള്ള ഏതെങ്കിലുമൊക്കെ ഉള്ള ഒരു തരം വേറൊരു ഈ ചിന്തയാണ്. അത് അടുത്ത് ആലോചിക്കുമ്പോഴേ മനം പരിവർത്തനമാണ്, മറ്റേ ശത്രുവിൻ്റെ മനസ്സിൻ്റെ പരിവർത്തനമാണ്. അതേസമയത്ത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക മാത്രമല്ല അത് കത്തിച്ച് കളയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗാന്ധി. അത് ശരിക്കും ഒരു ബദലുണ്ടാക്കുന്നത് ചർക്കയിൽ നൂറ്റിട്ടുള്ള ഖാദി ഉണ്ടാക്കുക മാത്രമല്ല വൻകിട മില്ലുകളുടെ ഉൽപ്പന്നങ്ങളെ കത്തിച്ച് കളയുന്നുണ്ട്. ഇത് വിനോബാവയുടെ ഭാഷയിലാണെങ്കിലോ നന്മതകളുടെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഖാദി ഉണ്ടാക്കുക, പക്ഷേ മറ്റേത് അനുവദിക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയിലാണെങ്കിൽ അനുവദിക്കാമെന്നുള്ളൊരു മട്ടാണ്. പക്ഷേ അത് അബദ്ധമായി പോയി എന്ന് ജയപ്രകാശ് നാരായണൻ തിരിച്ചറിയുകയും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഹിമാലയത്തിൽ എവിടെയോ ഒരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം സ്വസ്ഥമായി ഇരുന്നു എന്ന് ആചാര്യ രാമമൂർത്തി എഴുതുന്നു. അടുത്തത് നമുക്ക് പരിശോധിക്കേണ്ടത് ഈ അടിയന്തരാവസ്ഥ കാലത്തുള്ള അതിന് തൊട്ട് മുമ്പുള്ള ജയപ്രകാശ് നാരായണൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. അത് അടുത്തായിട്ട് പറയാം.